ഡിയർ സ്റ്റുഡൻസ്, VHSC ഫസ്റ്റ് ഇയറിൻ്റെ ഒരു പേപ്പറാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. യൂണിറ്റിൻ്റെ പേര് എൻ്റർപ്രണർഷിപ്പ് ജേണി, അതായത് സംരംഭകത്വ യാത്ര. ഫസ്റ്റ് വരുന്നത് ബിസിനസ് ഐഡിയയെക്കുറിച്ചാണ്, അതായത് ബിസിനസ് എന്ന ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. എ ബിസിനസ് ഐഡിയ ഈസ് എ തോട്ട് എബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് ആശയം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള ചിന്തയാണ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്. വേസ് ടു ജനറേറ്റ് ഐഡിയാസ്, എങ്ങനെയാണ് ആശയങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എൻവയോൺമെൻറ്റ് സ്കാനിങ്, അതായത് പരിസ്ഥിതിയെ സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കുക. എൻവയോൺമെൻറ്റ് സ്കാനിങ് മീൻസ് monitoring the business environment for identifying the business opportunities. ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയുന്നതിനായി ബിസിനസ് അന്തരീക്ഷം നിരീക്ഷിക്കുക. ഇതിനെയാണ് എന്ത് പറയുക, എൻവയോൺമെൻറ്റ് സ്കാനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ബിസിനസ് അവസരങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബിസിനസ് അന്തരീക്ഷം നിരീക്ഷിക്കുക. നെക്സ്റ്റ് വരുന്നത് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. സർഗാത്മകമായിട്ടുള്ള പ്രശ്ന പരിഹാരവും. ഒരു പ്രശ്നം നേരിടുമ്പോൾ അതിനെ പുതിയ നൂതന മാർഗങ്ങളിലൂടെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള കഴിവ്. ക്രിയേറ്റിവിറ്റി ഈസ് ദ ആക്ട് ഓഫ് ബ്രിങ്ങിങ് ന്യൂ ആൻഡ് ഇമാജിനേറ്റീവ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. അതായത് പുതിയതും ഭാവനാത്മകവുമായ ആശയങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനത്തെയാണ് എന്ത് പറയുക, സർഗാത്മകത എന്ന് പറയാം. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലെന്തെല്ലാം പുതിയ രീതികൾ കൊണ്ടുവരാം, എങ്ങനെ കൊണ്ടുവന്നാലാണ് ഏറ്റവും സക്സസ് ആയ രീതിയിൽ ബിസിനസ് നടത്താൻ പറ്റുക, ഇതിനെയാണ് സർഗാത്മകത എന്നുകൊണ്ട് ബിസിനസ് മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ഈസ് എ വേ ഓഫ് യൂസിങ് your creativity to develop new ideas and solutions to problem. അതായത് പുതിയ ആശയങ്ങളും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും വികസിപ്പിക്കുന്നതിന് നിങ്ങളുടെ സർഗാത്മകത ഉപയോഗിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് എന്ത്, ക്രിയേറ്റീവ് പ്രശ്ന പരിഹാരം എന്ന് പറഞ്ഞാൽ. എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് മസ്തിഷ്ക പ്രക്ഷോഭം. A group of persons sit together and generate a number of business ideas by innovating alternative ways of meeting the needs and solving problems. എന്താ പറഞ്ഞിട്ടുള്ളത്? ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ബദൽ മാർഗങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു കൂട്ടം വ്യക്തികൾ ഒരുമിച്ചിരുന്ന് നിരവധി ബിസിനസ് ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് എന്ത് പറയുക, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ചിരുന്നു കൊണ്ട് പുതിയ ബിസിനസ് ആവശ്യങ്ങളെ നിറവേറ്റാനും വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഒരുമിച്ചിരുന്ന് അവരെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. ഇത് തന്നെയാണ് എന്ത് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ. ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ഗ്രൂപ്പ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊപ്പോസ്ഡ് products or services in a structured setting. ഈ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ഘടനാപരമായ ക്രമീകരണത്തിൽ നിർദ്ദിഷ്ട ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ഈ ഫോക്കസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഘടനാപരമായ ക്രമീകരണത്തിൽ, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഘടന രൂപീകരിക്കുന്നതിൽ ഏതെല്ലാം ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ ഉൾപ്പെടുത്തണമെന്നും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡെപ്ത് സ്റ്റഡി അണ്ടർടേക്കൻ ടു ഒബ്റ്റെയിൻ യൂസ്ഫുൾ ഡാറ്റ ഓൺ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഉൽപ്പന്നത്തെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള ഉപയോഗപ്രദമായ ഡാറ്റ ലഭിക്കുന്നതിന് വ്യവസ്ഥാപിതവും ആഴത്തിലുള്ളതുമായ ഒരു പഠനം നടത്തുന്നതിനെയാണ് എന്ത് പറയുക, മാർക്കറ്റ് റിസർച്ച് എന്ന് പറയാം. അതായത് ഉൽപ്പന്നത്തെയോ സേവനങ്ങളെയോ കുറിച്ചുള്ള ഉപയോഗപ്രദമായ ഡാറ്റ ലഭിക്കുന്നതിന് വ്യവസ്ഥാപിതവും ആഴത്തിലുള്ളതുമായ ഒരു പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാർക്കറ്റ് റിസർച്ച് എന്ന് പറയാം.
സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയാസ്. ബിസിനസ് ആശയങ്ങളുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് നമുക്ക് ബിസിനസ് ആശയങ്ങൾ മനസ്സിലാവുക? അനലൈസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. എന്തു ചെയ്യും? ബിസിനസ്സിൻ്റെ ലാഭക്ഷമതയെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യും, വിശകലനം ചെയ്യും. നെക്സ്റ്റ്, അനലൈസ് ദ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്. ഇറക്കുമതിയും കയറ്റുമതിയും വിശകലനം ചെയ്യും. അനലൈസ് ദ ടെക്നോളജിക്കൽ ചേഞ്ചസ്. സാങ്കേതിക മാറ്റങ്ങളെ നമ്മൾ വിശകലനം ചെയ്യും. അനലൈസ് ദ ഗവൺമെൻറ് പോളിസീസ്. സർക്കാർ നയങ്ങളെ നമ്മൾ വിശകലനം ചെയ്യും. അനലൈസ് ദ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ഓഫ് വേരിയസ് ഇൻഡസ്ട്രീസ്. വിവിധ വ്യവസായങ്ങളുടെ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും വിശകലനം ചെയ്യും. അനലൈസ് ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് അതർ റിസോഴ്സസ് ലോക്കലി. പ്രാദേശികമായി മെറ്റീരിയലുകളുടെയും മറ്റ് വിഭവങ്ങളുടെയും ലഭ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വിശകലനം ചെയ്യും. നെക്സ്റ്റ്, സ്റ്റഡി ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ട്രെൻഡ്സ്. സാമ്പത്തികവും സാമൂഹികവുമായ പ്രവണതകൾ എന്താണെന്നുള്ളതും നമ്മൾ പഠിക്കും. ദെൻ ഡ്രോ ക്ലൂസ് ഫ്രം ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ. വ്യാപാരമേളയിൽ നിന്നും പ്രദർശനത്തിൽ നിന്നും എന്ത് ചെയ്യും? സൂചനകൾ, ക്ലൂസുകൾ നമ്മൾ എന്ത് ചെയ്യും? വരച്ചുണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഉറവിടങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ? സാധ്യതാ പഠനം എന്ന് പറഞ്ഞാൽ, ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ആൻ അസസ്മെൻറ്റ് ഓഫ് ദ പ്രാക്ടിക്കാലിറ്റി ഓഫ് എ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. ഒരു നിർദ്ദിഷ്ട പദ്ധതിയുടെ പ്രായോഗികതയുടെ വിലയിരുത്തലാണെന്ത്? സാധ്യതാ പഠനം അഥവാ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ വയബിലിറ്റി ഓഫ് ആൻ ഐഡിയ. ഒരാശയത്തിൻ്റെ പ്രവർത്തനക്ഷമത നിർണ്ണയിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ വയബിലിറ്റി ഓഫ് ആൻ ഐഡിയ. ഒരാശയത്തിൻ്റെ പ്രവർത്തനക്ഷമത നിർണ്ണയിക്കാൻ ഈ ഫീസിബിലിറ്റി സ്റ്റഡി ഉപയോഗിക്കാറുണ്ട്. ഒരു നിർദ്ദിഷ്ട പദ്ധതിയുടെ പ്രായോഗികതയുടെ വിലയിരുത്തലിനെയാണ്, അത് പ്രയോഗത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നാൽ എന്തായിരിക്കാം എന്ന പഠനത്തിനെയാണ് സാധ്യതാ പഠനം എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി ഏതൊക്കെയാണ്? സാധ്യതാ പഠനത്തിൻ്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണ്? മാർക്കറ്റ് ഫീസിബിലിറ്റി, വിപണി സാധ്യത. ദിസ് ഇൻക്ലൂഡ്സ് അസസ്മെൻറ്റ് ഓഫ് പ്രിവെയിലിംഗ് മാർക്കറ്റ്, കോമ്പറ്റീറ്റേഴ്സ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, പ്രൊജക്ഷൻ ഓഫ് സെയിൽസ്. ഇതിൽ എന്തൊക്കെയാണ് വരിക? നിലവിലുള്ള വിപണിയുടെ ഒരു സ്റ്റാറ്റസ് എന്താണ്? ആരൊക്കെയാണ് ഇതിലെ മത്സരാർത്ഥികൾ? സാധ്യതയുള്ള ഉപഭോക്താക്കൾ ആരാണ്? വിൽപ്പനയുടെ പ്രൊജക്ഷൻ, ഏത് രീതിയിലാണ് ആ വിൽപ്പന നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ തന്നെ മാർക്കറ്റ് ഫീസിബിലിറ്റിയിലാണ് വരുന്നത്, അതായത് വിപണി സാധ്യത എന്നതിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ ഫീസിബിലിറ്റിയാണ്, സാങ്കേതികമായ സാധ്യത. ഇറ്റ് ഇൻവോൾവ്സ് ഇവാലുവേഷൻ ഓഫ് ടെക്നോളജി, മാൻ പവർ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലൊക്കേഷൻ. ഇതിലെന്തൊക്കെ വരും? സാങ്കേതിക വിദ്യ വരും, മാനുഷിക ശക്തി വരും, ഗതാഗത സൗകര്യങ്ങൾ വരും, അതിന് തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ വരും. ഇതെല്ലാം ടെക്നിക്കൽ ഫീസിബിലിറ്റിൻ്റെ ഭാഗമാണ്, അതായത് സാങ്കേതിക സാധ്യതയുടെ ഭാഗമാണ്. നെക്സ്റ്റ് വരുന്നത് ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റിയാണ്, സാമ്പത്തിക സാധ്യത എന്ന് പറയുമ്പോൾ ദിസ് ഇൻക്ലൂഡ്സ് അസസ്മെൻറ്റ് ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, വേരിയസ് സോഴ്സസ് ടു പ്രൊഡ്യൂസ് ദ ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI, അതായത് നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം. ഇതെല്ലാം തന്നെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റിയുടെ ഭാഗമാണ്. അതായത് പ്രാരംഭത്തിലുള്ള നിക്ഷേപം, അതായത് ആദ്യമായിട്ടുള്ള നിക്ഷേപം എന്താണെന്നും മൂലധനം സംഭരിക്കാൻ നമുക്ക് ഏതെല്ലാം സോഴ്സുകളുണ്ട്, അതുപോലെ ഈ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം എന്താണ്, ഇതെല്ലാം തന്നെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റിൻ്റെ ഭാഗമാണ്. ഇനി എന്താണ് ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? സംഘടനാപരമായ സാധ്യത. ദിസ് ഇൻക്ലൂഡ്സ് ദ സ്റ്റഡി ഓഫ് ഫോം ഓഫ് ബിസിനസ്, ലീഗൽ സ്ട്രക്ചർ, മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസി, പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. ബിസിനസ്സിൻ്റെ രൂപം, നിയമപരമായ ഘടന, മാനേജ്മെൻറ്റിൻ്റെ കഴിവ്, പ്രൊഫഷണൽ കഴിവുകളും അനുഭവ പരിചയവും. ഇതെല്ലാം തന്നെ ഏതിൽ വരുന്നുണ്ട്? ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ വിവിധ ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് വരുന്നത് മാർക്കറ്റ് ഫീസിബിലിറ്റി, ദെൻ ടെക്നിക്കൽ ഫീസിബിലിറ്റി,
then financial feasibility, then organizational feasibility. ഇനി നമുക്ക് നോക്കാനുള്ളത് പേഴ്സണാലിറ്റി ടൈപ്സ് ഓഫ് എൻ്റർപ്രണർ. സംരംഭകൻ്റെ വ്യക്തിത്വം. വിവിധ ടൈപ്പ് മനുഷ്യന്മാരാണ് അല്ലേ, വിവിധ രീതിയിലുള്ള ആൾക്കാരാണ്, വിവിധ സ്വഭാവവിശേഷങ്ങൾ, വിവിധ കഴിവുകൾ എല്ലാമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പിനെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.